സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വിന്നറായ ആവിർഭവന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 3 ജഡ്ജസായ ശരത് സാറും ബിന്നി മാമും ആശംസകൾ അറിയിച്ചിരുന്നു. പ്രേക്ഷകർ ഉറ്റുനോക്കിയ ഒരു കാര്യം MG സാർ ഇതുവരെ റെസ്പോണ്ട് ചെയ്തില്ലല്ലോ എന്നതാണ്. ഇപ്പോൾ ഇതാ MG സാർ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ തൻ്റെ പ്രിയങ്കരനായ ബാബുക്കുട്ടന് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു. ടോപ്പ് സിംഗർ വേദിയിൽ ബാബുക്കുട്ടൻ ആലപിച്ച ഒരു ഗാനം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് MG സാർ കുറിച്ചത്. ഞാൻ അന്ന് പറഞ്ഞൊരു കമൻറ്റ് സത്യമായി ഭവിച്ചു. ദൈവത്തിന് നന്ദി, ബാബുക്കുട്ടന് അഭിനന്ദനങ്ങൾ എന്നാണ് MG സാർ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ബാബുക്കുട്ടന് വേണ്ടി പോസ്റ്റ് ചെയ്തത്. സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വേദിയിൽ വിജയ് കിരീടം ചൂടി നമ്മുടെ ബാബുക്കുട്ടനെ ഉടൻ തന്നെ ടോപ്പ് സിംഗർ സീസൺ 4 വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ബാബുക്കുട്ടൻ്റെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 3 വേദിയിൽ അരങ്ങേറിയ ചില രസനിമിഷങ്ങൾ നമുക്ക് ആസ്വദിക്കാം. എന്താ മക്കളെ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നത്? വേദിയിൽ അരങ്ങേറുന്ന നർമ്മരസങ്ങൾ ഇതുവരെ വാചാലനായിരുന്നു ഇദ്ദേഹം. അല്ല, ഞാൻ കുറച്ച് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഈ ചെറുക്കൻ എങ്ങനെയാണ് ഈ വണ്ടി എന്നൊക്കെ ഇങ്ങനെ ചവിട്ടി നിർത്തി ഇത് ഇങ്ങോട്ട് പൊളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇത്രയും ഡയലോഗ് എങ്ങനെ പറയാൻ പറ്റും? ബാബുക്കുട്ടൻ അച്ഛന് ട്രാൻസ്ഫർ കിട്ടിയത് പ്രകാരമാണ് ബാബുക്കുട്ടൻ ടോപ്പ് സിംഗർ വേദിയിൽ നിന്ന് വിട പറഞ്ഞത്. എന്നിരുന്നാലും ഗ്രാൻഡ് ഫിനാലിൽ ബാബുക്കുട്ടൻ ഒരു മനോഹര ഗാനവുമായി എത്തുന്നതാണ്. എനിക്കൊന്ന് അറിഞ്ഞാൽ മതി, ഇതെങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞാൽ മതി. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. ആരെ പറ്റി ആലോചിച്ചും തല പുണ്ണാക്കണ്ട. അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന മലയാളിയായ കുട്ടി താരമാണ് ആവിർഭവ്. ചേച്ചിക്ക് പാടാൻ പറഞ്ഞു കൊടുക്കുന്ന കുഞ്ഞു ആവിർഭവിന്റെ വീഡിയോ എത്ര പേരാണ് കണ്ടതെന്ന് ചോദിച്ചാൽ കണക്കുണ്ടാകില്ല. അത്രയോളം ആളുകൾ ആഘോഷിക്കുന്ന വീഡിയോ ഒരുപാട് മലയാളി സെലിബ്രിറ്റികളും ആഘോഷമാക്കിയിരുന്നു. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായതാണ് ആവിർഭവ്. ഈ കുഞ്ഞു പ്രായത്തിൽ എങ്ങനെ ഇത്രയും വിസ്മയം തീർക്കുന്നു ഈ കുട്ടി എന്നാണ് ഓരോ ആളുകളും, പ്രത്യേകിച്ച് ഷോയിലെ ജഡ്ജസ് പോലും പറഞ്ഞിട്ടുള്ളത്. MG ശ്രീകുമാർ പോലും ബാബുക്കുട്ടൻ വാക്ചാതുര്യത്തിന് മുൻപിൽ ഒരിക്കൽ പകച്ചു പോയിട്ടുണ്ട്. ഗായകരിലെ ഷാറൂഖ് ഖാൻ എന്നാണ് ആവിർഭവനെ ഹിന്ദി റിയാലിറ്റി ഷോയിലെ ജഡ്ജസ് പോലും വിശേഷിപ്പിച്ചത്. ചിട്ടി ആയി ഹെ എന്ന ഗാനത്തിലൂടെയാണ് ആവിർഭവ് ആരാധകരുടെയും ജഡ്ജസിനെയും പ്രശംസ നേടിയത്. സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 ആവിർഭവ് തൻ്റെ ആലാപന ശൈലി കൊണ്ട് ഇന്ത്യ മുഴുവൻ ആരാധകരെ നേടിയത്. ഇതിഹാസ സൂപ്പർ സ്റ്റാറായ രാജേഷ് ഖന്ന സിനിമകളിലെ നിത്യഹരിത ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് രാജേഷ് ഖന്നയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന എപ്പിസോഡിലാണ് ആവിർഭവ് തൻ്റെ കഴിവുകൊണ്ട് ജഡ്ജസിനെ പോലും അമ്പരിപ്പിച്ചത്. പ്രതിഭാധനരായ യുവ മത്സരാർത്ഥികൾക്ക് മുൻപിൽ മലയാളിയായ ആവിർഭവ് എത്തുമ്പോൾ അത് കേരളത്തിനും അഭിമാന നിമിഷമാണ്. പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ മനോജ് മുൻതാഷർ പങ്കെടുത്ത ഷോയിലെ ചില ക്ലിപ്പുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തരംഗം സൃഷ്ടിക്കുന്നത്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 3 വേദിയിൽ അരങ്ങേറിയ ബാബുക്കുട്ടൻ അതിമനോഹരമായ ഗാനം മികച്ച രീതിയിൽ ആലപിച്ച ബാബുക്കുട്ടന് നല്ല രീതിയിലുള്ള കമന്റുകളാണ് വിധികർത്താക്കൾ ശരത് സാർ വേദിയിലേക്ക് ഓടിച്ചെന്ന് ബാബുക്കുട്ടനെ എടുത്തുയർത്തിയാണ് അഭിനന്ദിച്ചത്. ആലാപന മികവും കൊണ്ട് അന്യഭാഷ ആരാധകരെയും ഈ കൊച്ചുമിടുക്കൻ സ്വന്തമാക്കി. രാജേഷ് ഖന്നയുടെ കോര ഗാഗസ്, മേരാ സപ്നോ കി റാണി എന്നിവ പാടിയാണ് നിറഞ്ഞ കയ്യടി ആവിർഭവ് നേടിയത്. ആവിർഭവിന് പകരം വയ്ക്കാൻ ഇല്ലാത്ത ആലാപന മികവിൽ വിസ്മയിച്ച സൂപ്പർ ജഡ്ജ് നേഹ കാക്കറും ഉദിത് നാരായണനും പ്രശംസ കൊണ്ട് മൂടുകയായിരുന്നു. ഞാൻ ഇവനെ വീർ ആവിർഭവ് എന്ന് വിളിക്കും. അവൻ്റെ ഒരിക്കലും എവിടെയും പതറാത്ത മനോഭാവം കൊണ്ടാണ് എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുന്നത് എന്നാണ് നേഹ കക്കർ പറഞ്ഞത്. എനിക്ക് അഭിമാനം തോന്നുന്നു എന്നും ആവിർഭവിനെ ചേർത്ത് നിർത്തി നേഹ കക്കർ പറയുന്നു. സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 രാജ്യത്തുടനീളമുള്ള കഴിവുള്ള യുവഗായകരെ ഒരുമിച്ച് കൊണ്ടുവരുന്നൊരു ജനപ്രിയ ഇന്ത്യൻ മ്യൂസിക്കൽ റിയാലിറ്റി ഷോയാണ്. വിവിധ റൗണ്ടുകൾ ഉൾപ്പെട്ട റിയാലിറ്റി ഷോയിലാണ് നമ്മുടെ പ്രിയങ്കരനായ ആവിർഭവ് വിജയ് കിരീടം ചൂടിയത്. ആവിർഭവിൻ്റെ അമ്മ ഇൻ്റർവ്യൂ വേളയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ശരത് സാറാണ് ആദ്യമായി ബാബുക്കുട്ടൻ നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചത്. ഇൻ്റർവ്യൂ വേളയിൽ ആവിർഭവിൻ്റെ അമ്മ സന്ധ്യ ആ കാര്യം വിശദീകരിക്കുന്നത് ഇങ്ങനെ:
ആദ്യം മക്കളെ തലതൊട്ട് അനുഗ്രഹിക്കുന്ന സംഗീത സംവിധായകൻ ശരത് സാറാണ്. അനിർവിന് തമിഴിലെ റിയാലിറ്റി ഷോയിൽ ഓഡിഷന് പോയ സമയം ഞങ്ങൾ ചെന്നൈയിലെ ശരവണ ഭവനിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ശരത് സാറിനെ കണ്ടു. അദ്ദേഹം അവിടെ വന്നിരുന്നു. എൻ്റെ ഓഡിഷനാണ്, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനിർവിനെ ശരത് സാറിൻ്റെ അടുത്ത് ഓടിച്ചെന്നു. അന്ന് ആവർഭവന് 8 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ അവനെ കയ്യിലെടുത്തിരിക്കുകയായിരുന്നു. സാർ അവനെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ആ നിമിഷം എനിക്ക് മറക്കാൻ കഴിയില്ല. ആവർഭവനെ അത്ഭുത ബാലൻ, ദൈവത്തിൻ്റെ കുഞ്ഞ് എന്നൊക്കെയാണ് പലരും വിശേഷിപ്പിക്കുന്നത്. അവനെ ഞങ്ങളും അത്ഭുതത്തോടെയാണ് ഉൾക്കൊള്ളുന്നത്. ഞങ്ങൾക്കും ആവേശവും അതിശയവുമാണ്. കാഴ്ചക്കാർക്ക് തോന്നുന്ന എല്ലാ അതിശയവും ഞങ്ങൾക്കും തോന്നാറുണ്ട്. അവൻ്റെ ശക്തിയും പിന്തുണയും ചേച്ചി അനിർവിനെയാണ്.